നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 ജനുവരി മാസം 19-ാം തീയതി 1200-ാം ആണ്ട് മകരമാസം 6-ാം തീയതി ഞായറാഴ്ച. ഇന്ന് ഞായറാഴ്ചയാണ്. ഉത്രം നക്ഷത്രവുമാണ് ഇന്ന്. ഉത്രം നക്ഷത്രം പൊതുവേ ശുഭനക്ഷത്രങ്ങളിൽപ്പെടുന്ന നക്ഷത്രമാണ്. ഞായറാഴ്ചയാണ്. ഞായർ എന്ന് പറഞ്ഞാൽ സൂര്യവാരം, സൂര്യഭഗവാന്റെ ദിവസമാണ്. നക്ഷത്രദേവനായ സൂര്യൻ്റെ ദിവസമാണ് ഇന്ന്. അപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഫലത്തെ പ്രദാനം ചെയ്യുന്ന ദിവസമാണ്. ഏറ്റവും പോസിറ്റീവ് എനർജിയുള്ള ദിവസമായിട്ടാണ് ഞായറാഴ്ചയെ കാണുന്നത്. കാരണം സൂര്യനാണ് പ്രപഞ്ചനാഥൻ, പ്രപഞ്ചത്തിൻ്റെ നാഥൻ. അപ്പോൾ പ്രപഞ്ചനാഥനും ജ്യോതിഷദേവനുമായിട്ടുള്ള സൂര്യൻ്റെ ദിവസം ശുഭനക്ഷത്രവും കൂടി വരിക എന്ന് പറയുമ്പോൾ അന്ന് ഏറ്റവും ഐശ്വര്യപ്രദമായ അവസ്ഥകൾ കുടുംബത്തിനകത്ത് വന്നു ചേരും. സന്തോഷപ്രദമായ അവസ്ഥകൾ കുടുംബത്തിനകത്ത് വന്നു ചേരും. അപ്പോൾ നമുക്ക് ഇന്ന് കുടുംബസമേതം ഇരിക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് ഐശ്വര്യപ്രദമായ അവസ്ഥകൾ വന്നു ചേരും. അതുപോലെ മകരമാസത്തിലെ ഉത്ര നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ, ഇപ്പോൾ സൂര്യൻ ചൂട് ഗ്രഹമാണ്. അപ്പോൾ ചൂട് ഗ്രഹമായതുകൊണ്ട് സൂര്യൻ്റെ ചൂട് തണുപ്പിക്കാനായിട്ട് എല്ലാ ദിവസവും ആദിത്യനെ നമസ്കരിക്കണം. രാവിലെ എണീറ്റ് സൂര്യഭഗവാനെ തൊഴണം, സൂര്യ നമസ്കാരം ചെയ്യണം. സൂര്യനെ നമസ്കരിക്കുമ്പോൾ സൂര്യനിൽ നിന്ന് ഉള്ള അമൃതകിരണം പതിക്കുകയും സൂര്യൻ്റെ അതൃപ്തിയാൽ ഉണ്ടാകുന്ന ദോഷഭാവങ്ങൾ മാറിക്കിട്ടുകയും ചെയ്യും. എല്ലാ അമ്പലത്തിൽ പോകാൻ സാധിക്കുന്നവരാണെങ്കിൽ ശിവക്ഷേത്രത്തിൽ പോവുകയും എല്ലാ മാസവും പക്കനാളിൽ അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസം ജലധാര മൃത്യുഞ്ജയ അർച്ചനയും നടത്തുക. ഇത് സൂര്യൻ്റെ ചൂട് കുറയാനും സൂര്യനിൽ നിന്നുള്ള അതൃപ്തി മാറിക്കിട്ടാനും സഹായിക്കും. അതുപോലെ ഇന്ന് ഞായറാഴ്ചയാണ്. ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ കൂടുതലും വൈകുന്നേര സമയത്താണ് എല്ലാവരും പുറത്തൊക്കെ പോണത്. രാവുകാല സമയം നോക്കി പോകുന്നത് നന്നായിരിക്കും. 4:54 തൊട്ടാണ് രാവുകാലം ആരംഭിക്കുന്നത്. 4:00-ക്കല്ല, 4:54 തൊട്ട് 6:20 വരെ രാവുകാല സമയമുണ്ട്. നമ്മൾ 4:00-ക്കോ അല്ലെങ്കിൽ 4 തൊട്ട് 6 മണി വരെ എന്ന് വെച്ചിട്ട് 6 മണി കഴിഞ്ഞ ഉടനെ ഇറങ്ങും. അപ്പോൾ രാവുകാലത്തിലായിരിക്കും ഇറങ്ങണേ. രാവുകാലത്തിൽ ഇറങ്ങുമ്പോൾ അന്ന് പലതരത്തിൽ ചുറ്റലും അസ്വസ്ഥതയും വഴി കിടന്ന ട്രാഫിക്കിലൊക്കെ പെട്ട് പോകാനും ഒക്കെ ഇടവരും. അത് വരാതിരിക്കാൻ വേണ്ടി രാവുകാല സമയം നോക്കി പോകണം. അതുപോലെ അന്ന് ഒരു കാര്യത്തിനും എടുക്കാൻ പറ്റാത്ത ചില സമയമാണ് ഗുളികകാല സമയവും യമകണ്ഠകാല സമയവും. ഗുളികകാല സമയം 3:28 തൊട്ട് 4:54 വരെയും യമകണ്ഠകാല സമയം 12:35 തൊട്ട് 2:02 വരെയും ആണ്. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. അതുപോലെ അന്നും അഭിജിത്ത് മുഹൂർത്തമുണ്ട്. എല്ലാ ദിവസവും അഭിജിത്ത് മുഹൂർത്തമുണ്ട്. അന്നുമുണ്ട് അഭിജിത്ത് മുഹൂർത്തം. ചില ശുഭപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ അഭിജിത്തിനെ എടുക്കുന്നത് നന്നായിരിക്കും. 12:11 തൊട്ട് 12:59 വരെയാണ് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം. അഭിജിത്ത് മുഹൂർത്തം ശരിക്ക് ഏറ്റവും സവിശേഷമായ ഒരു സമയമാണ്. അത് സൂര്യഭഗവാന്റെ ദിവസം തന്നെ പറഞ്ഞ അഭിജിത്ത് മുഹൂർത്തത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അതുപോലെ നമ്മളിന്ന് ഓരോ കാര്യങ്ങൾക്ക് പുറത്തു പോകുന്ന സമയത്ത് വസ്ത്രധാരണം ശ്രദ്ധിക്കുക. ശരിക്ക് താമരപ്പൂവിൻ്റെ കളറിലോ റോസ് കളറിലോ അല്ലെങ്കിൽ വയലറ്റ് കളറിലോ ചുടുകല്ലിൻ്റെ കളറിലോ ഒക്കെ ഉള്ള വസ്ത്രധാരണം നടത്തി വസ്ത്രം ഇട്ടുകൊണ്ട് പോകുന്നത് നമ്മളിലേക്ക് സൂര്യൻ്റെ പോസിറ്റീവ് എനർജി വന്നു കയറാനും ആ ആളിന് കൂടുതലായിട്ട് ശോഭിക്കാനും സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ ദിവസം ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.